ഹലോ ഡിയർ വൺസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിവിടെ കാണുന്നത് ഓട്സ് ഓംലെറ്റും അതേപോലെ തന്നെ സോക്ക്ഡ് ആൽമണ്ട്സുമാണ്. ഞാനിത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചതായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ഒരു വെജിറ്റബിൾ ചിക്കൻ സാലഡാണ്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ട് ഒരു വർഷമെങ്കിലും കഴിഞ്ഞ് കാണും. യൂട്യൂബിന് വേണ്ടി തന്നെ വീഡിയോ എടുത്ത് വെച്ചതായിരുന്നു, പക്ഷെ ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫോണൊക്കെ സ്റ്റോറേജൊക്കെ ഫുള്ളായിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ കരുതി ഇതെല്ലാം ഒന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തേക്കാമെന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വീണ്ടും യൂട്യൂബിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ എടുത്തു വെച്ച കുറച്ച് വീഡിയോസൊക്കെ നിങ്ങൾക്ക് വഴിയെ കാണാം എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് വരാം. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്നത് സാലഡാണ്. ആദ്യം നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വലിയ ഉള്ളിയാണ്, ചെറിയ കഷ്ണം വലിയ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അതിലേക്ക് ഞാൻ ക്യാരറ്റ് ഇടുന്നുണ്ട്, അതേപോലെ ക്യാബേജ് ഇടുന്നുണ്ട്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വേവിക്കേണ്ട, ഒരു ഹാഫ് കുക്കായാൽ മതി. അതിലേക്ക് ക്യാപ്സിക്കം ഇടുന്നുണ്ട്. ലാസ്റ്റാണ് നമ്മൾ ക്യാപ്സിക്കം ഇടുക, കാരണം ക്യാപ്സിക്കം പെട്ടെന്ന് വെന്തുവും. ഓവർ വെന്ത് കഴിഞ്ഞാൽ അതിനൊരു കയ്പ്പായിരിക്കും, അതെനിക്കിഷ്ടമല്ല. സോ ക്യാരറ്റും ക്യാബേജും ഒന്നും ആയിക്കഴിഞ്ഞാൽ നമ്മൾ ക്യാപ്സിക്കം ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വഴച്ചെടുക്കണം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചിക്കനാണ്. കാരണം ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ചിക്കൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ചിക്കൻ കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് മുളക് പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ്. അതിനുശേഷം കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്തിട്ട് ഞാൻ ഈ സാലഡിലേക്ക് ഇട്ടു. പിന്നെ ഒരു ഹാഫ് ലെമണും ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, കഴിക്കുക. ഇത് നല്ല ഹെൽത്തിയാണ്. അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ പരിപാടി കഴിയും. അരിയാൻ മാത്രമേ കുറച്ച് ബുദ്ധിമുട്ടുള്ളൂ. അപ്പോൾ ഓൾറെഡി എടുത്തു വെച്ച കുറച്ച് വീഡിയോസും കൂടെ വരാനുണ്ട്. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.